ഹായ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് പൂവനെ വേണമെന്ന് പറഞ്ഞായിരുന്നില്ല. അപ്പോൾ പൂവനെ നോക്കാനായിട്ട് ഒരു ഫാമിൽ ഇതുപോലെ പോയായിരുന്നു, ചെങ്ങന്നൂര്. അപ്പൊ അവിടെ ചെന്നപ്പം പിന്നെ ഈ കോഴികൾ പരസ്പരം മുട്ട പൊട്ടിച്ച് കുടിക്കുന്നതും പരസ്പരം ഇവരിങ്ങനെ കൂടെ കൊത്തുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പം പുള്ളി എനിക്ക് ഒരു മാർഗം പറഞ്ഞു തന്നു. പുള്ളി അത് പ്രയോഗിച്ച് ഫലമായി. അപ്പൊ നിങ്ങളും ചെയ്ത് നോക്കൂ, ഫലമാവോ ഇല്ലയോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ തൊണ്ടാണ്. തൊണ്ടെന്ന് പറഞ്ഞാൽ പച്ചത്തൊണ്ടാണ് വേണമെങ്കിൽ ഉണക്കത്തൊണ്ട. അപ്പൊ ഈ തൊണ്ടിനകത്ത് കൂടെ കമ്പി വെച്ച് കിഴിച്ചിട്ട് പിന്നെ ചരടെ കെട്ടിയിട്ട് നമ്മൾ തന്നെ ഇതുപോലുള്ള കൂട്ടിലാണ് ചെയ്യേണ്ട കേട്ടോ. ഇതുപോലുള്ള കൂട്ടി വേണം ചെയ്യാൻ. നമ്മൾ തൂക്കി ഒരു 19 കോഴി ഉണ്ടെ തൂക്കി ഇങ്ങനെ ഇടണേ. ഇടുന്ന അവസരത്തിൽ ഈ കോഴികൾ ഈ തൊണ്ടിന്റെ നാരെ വന്ന് ഇങ്ങനെ എപ്പോഴും കൊത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൊത്തി ഇരിക്കും. അപ്പൊ അവർക്ക് എന്തോന്നറിയാം, മുട്ട പൊട്ടിച്ച് കുടിക്കാനും പരസ്പരം കൊത്താനും ഉള്ള സമയം കിട്ടത്തില്ലെന്നാ പറയുന്നത്. അവർ വിശ്രമിച്ച് കഴിഞ്ഞുള്ള ഇടവേളയിൽ എപ്പോഴും ഇങ്ങനെ കൊത്തി നാലിങ്ങനെ പറിച്ചിരിക്കുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ആടുമല്ലോ. അപ്പൊ അതിങ്ങനെ കുറെ ആകുമ്പോൾ ഇവർ അതിനെ അങ്ങ് പേടിക്കാനും വെറുക്കാനും തുടങ്ങും, കൊത്താനും. അങ്ങനെ പുള്ളിക്ക് അത് ഫലപ്രദമായെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയും, നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ ഫലമായേക്കും. നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ, ചെറുതായിട്ടൊന്ന് ചെയ്തു നോക്കാമെന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പൊ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഈ മുട്ട പൊട്ടിച്ച് കുടിക്കുന്നതും കോഴികൾ പരസ്പരം കൊത്തുന്നതും. ഈ പറയുന്ന ഞാൻ പോലും ഈ കൂട്ടിൽ നിന്ന് ആ കൂട്ടിലോട്ട് കോഴിയെ മേടിച്ച് വളർത്താൻ തന്നെ അത് കാരണമാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു ചെറിയ പ്രതീക്ഷ തോന്നുന്നുണ്ട്. ചെയ്ത് നോക്കിയിട്ടില്ല, നോക്കണം ഇനി. അപ്പൊ ഇതിനകത്ത് ഈ പൂവനെ വളർത്തുന്നതോടൊപ്പം കുറച്ച് പിടകളെയും കൂടെ വളർത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ചെയ്ത് നോക്കാം. ഫലമായാൽ രക്ഷപ്പെട്ടു, നമുക്ക് ഉറപ്പില്ല. നിങ്ങളും ഒന്ന് ശ്രമിച്ച് നോക്ക്, ചിലപ്പം ഫലമായാലും. ഇപ്പം 2-3 നെഗറ്റീവ് കമന്റ് എനിക്ക് വന്നായിരുന്നു. അത് ഈ കോഴികളെ കുറിച്ചാണ്. ഞാനിതുപോലെ എൻ്റെ പുതിയ കോഴി 4.5 മാസമായപ്പം മുട്ട ഇട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇവരെ മേടിക്കുമ്പം 4.5 മാസത്തിലാണ് മേടിക്കുന്നത്. ഇവര് പക്ഷെ 5 മാസമായി മുട്ട ഇട്ടപ്പോൾ. പക്ഷെ ആ സ്ഥാനത്ത് അവരെ 3 മാസവും 10 ദിവസവും ഉള്ളപ്പോൾ മേടിച്ച് അവര് പക്ഷെ 4.5 മാസമായപ്പോഴും മുട്ട ഇടുന്നപ്പോൾ എനിക്കത് സന്തോഷമായി. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാനത് പറഞ്ഞത്, മുട്ടയിടുന്നതിനെ കുറിച്ച്. അപ്പം കുറച്ച് പേർക്ക് അതത്ര അതിശയമൊന്നുമല്ല. BV380 4.5 മാസമൊക്കെ ആകുമ്പോൾ മുട്ടയിടും, ഇത് ഇത്ര അതിശയത്തെ പറയേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാവും. കാരണം കോഴി എന്നൊക്കെ പറഞ്ഞ 25 പേരുണ്ടെങ്കിൽ 5 മാസം ആയാലും 4.5 ആയാലും പലരും പല ഇതിലായി ഇടുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് 10-25 വർഷം കൊണ്ടേ കോഴികളെ വളർത്തി ശീലമുണ്ട്. അന്നൊക്കെ കോഴിയെ വളർത്തുന്ന പറഞ്ഞാൽ 6 മാസം ആവും മുട്ടയിടാൻ. അന്നേരം ആ സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ ഇവത്തുങ്ങള് എളുപ്പമാണ് മുട്ടയിട്ട്. അപ്പൊ ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ എന്നെ മനസ്സിലാക്കുന്നവരത് മനസ്സിലാവും. അപ്പൊ 1-2 പേര് എന്നോട് ഇതുപോലെ കമന്റ് ഓരോ സംശയങ്ങൾ ചോദിച്ചു. അപ്പൊ അത് ഞാൻ പറയാം. പിന്നെ ഇതുപോലെ കപ്പലണ്ടി പോച്ച എന്താണെന്ന് ഒരു കുട്ടി ഇതുപോലെ എന്നോട് ചോദിച്ച്. കപ്പലണ്ടി പോച്ചയെന്നും കുളച്ചീരയെന്നും പറയാം. ഇവിടെയൊക്കെ കൂടുതലും കപ്പലണ്ടി പോച്ച എന്നാ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ മഴയുണ്ട്, അങ്ങനെ പറിക്കാൻ പോകുന്നില്ല. 2 ദിവസം കൊണ്ട് പറിക്കാൻ പോകുമ്പോൾ അത് കാണിച്ചു തരാം. അതുപോലെ ഗോതമ്പ് അരിയും കൊടുക്കാവോ എന്ന് ചോദിച്ച്. അരി കൊടുക്കണ്ട, എന്തായാലും ഗോതമ്പ് കൊടുക്കാം. മുട്ട ഇടാൻ തുടങ്ങിയ ലെയർ മാഷും പെല്ലറ്റും കൊടുത്താൽ മതി. ആ രണ്ടിലേതെങ്കിലും ഒന്നായാലും മതി. രണ്ടും കൂടെ ചേർത്ത് വേണേലും കൊടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ അരി ആകുമ്പോൾ അവര് പെട്ടെന്ന് കൊഴുപ്പടി നെയ്യ് മുറ്റി മുട്ട ഇടാറാവും. വെയിറ്റ് വെക്കരുത്. ആഹാരം കൊടുക്കണം. കൂടുതലും പോച്ച കൊടുത്താൽ മതി. മറ്റേ ലെയർ മാഷൊക്കെ ഒരു പരിധിക്കകത്ത് കൊടുക്കണം. ഈ പറഞ്ഞാലും ഞാൻ കൊടുക്കുകയെ, കാരണം ഇത് ഒഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ പിന്നെയും കൊണ്ടിട്ട് കൊടുക്കും. നമുക്ക് അങ്ങനെ ഒരു ശീലമായി പോയി. അതുകൊണ്ട് ഇപ്പൊ ഇതുപോലെ ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു, വിരമരുന്ന് കൊടുത്തിട്ട് അതിന്റെ പിറ്റേ ദിവസം മുട്ട കഴിക്കാമെന്ന് ചോദിച്ചു. മുട്ട കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിരമരുന്ന് അന്ന് കൊടുത്ത് അന്നത്തെ മുട്ടയായപ്പോലും കുഴപ്പമില്ല കേട്ടോ, അതുകൊണ്ട് കഴിക്കുക. അതുപോലെ തന്നെ എന്നോടൊരു മോള് ഇതുപോലെ ചോദിച്ചു, കോഴിയെ കൊടുക്കാനുണ്ടോന്ന്. അപ്പം കോഴിയെ വിൽക്കാനായിട്ടുള്ളതില്ല, നമുക്ക് വളർത്താനായിട്ടുള്ളതല്ലേ കേട്ടോ. ഞാൻ മലനടയിൽ നിന്നാണ് കോഴിയെ മേടിച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ ഫോൺ നമ്പർ പലവട്ടം തന്നിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ വീഡിയോയ്ക്കടിയിൽ ഇട്ടേക്കാം. വന്നിട്ട് പുള്ളിയെ വിളിച്ചിട്ട് മേടിക്കുന്നവർക്ക് മേടിക്കാം കേട്ടോ. അതുപോലെ ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ലെയർ മാഷ് സ്പെഷ്യൽ കൃഷി ചാക്കോട് എടുക്കുന്നത് 1750 രൂപ വില. നമ്മളിവിടെ വീടിനടുത്തുള്ള വല്ലുവളങ്ങരയെന്നാണ് മേടിക്കുന്നത്. പിന്നെ നമ്മുടെ കോഴിയുടെ കൂടെ 2 സൈഡും അടയ്ക്കുമോന്ന് ചോദിച്ചു. ഈ 2 സൈഡ് ഞാൻ അടയ്ക്കും കേട്ടോ. അടയ്ക്കുക മാത്രമല്ല, താണ്ട് ഈ താഴ് വിടും 2 സൈഡിലും. കാരണം ഒരു കാരണവശാലും വിടവ് വരരുത്, അതിനു വേണ്ടി അങ്ങനെ താഴ് വിടും. പിന്നെ അടപ്പിന്റെ ഭാഗത്തും എല്ലാം നമ്മൾ നെറ്റിട്ടുണ്ടല്ലോ, അത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന മരുന്നൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പം ആ മരുന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ താഴോട്ടുള്ള വീഡിയോകൾ കയറി നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ഈ മരുന്നുകളുടെ പേരും അത് കൊടുക്കുന്ന വിധവും
എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴോട്ടുള്ള വീഡിയോകൾ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പം കൊടുക്കേണ്ട മരുന്നുകളും എല്ലാം അറിയാം. ഇങ്ങനെ പൊട്ടിക്കാനും അയ്യോ കണ്ടു. ഹായ് പറ അമ്മമ്മയുടെ വീഡിയോയില്. അങ്ങോട്ടല്ല അങ്ങോട്ടല്ല കണ്ട അതുകൊണ്ട് അങ്ങോട്ട് അതുകൊണ്ട് പറ. ഇങ്ങോട്ട് കോഴിയെ എനിക്ക് ഇട്ടതാ. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോഴി എവിടെ മേടിച്ചു? മലനടയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്റെ ഒരു കോഴിയുടെ ഇതുപോലെ കൂട്ടത്തിൽ കാല് ഇവരെല്ലാം കൂടെ നിന്ന് ചവിട്ടി 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 ഇതിന്റെ ഇടയ്ക്ക് വീണ് കാല് വയ്യാതായി തളർന്ന പോലെ ആയിരുന്നു. അപ്പൊ തൈലമൊക്കെ തൂത്ത് അവരെ ആദ്യമേ അങ്ങ് തീർത്ത് ഇരിപ്പായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായി തൈലമൊക്കെ തൂത്ത് ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഞാൻ അവരെയും കൂടെ ഒന്ന് കാണിക്കാം ഇതിനകത്ത് അവർ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ. കാരണം അത്ര അങ്ങ് തളർന്നു പോയത്. നമ്മുടെ മനുഷ്യന് ഉപയോഗിക്കുന്ന തൈലം മതി കേട്ടോ. ഇപ്പൊ കുറച്ച് റിക്കവർ ആയിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടെ ഒന്ന് കാണിക്കാം. പിന്നെ ഡസ്റ്ററിന്റെ ഡൈപ്പറിന്റെ കാര്യം ഇതുപോലെ ചോദിച്ചായിരുന്നു. അപ്പം അത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേറെ കാണിച്ചു. ഡസ്റ്ററിന് ഇതുപോലെ ഡൈപ്പർ ഇടുന്നതിനെ കുറിച്ച് 1-2 പേര് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞായിരുന്നു. അപ്പൊ അതും നമ്മൾ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ട്. സോ ഗായ്സ്, നമ്മൾ ഡെക്സ്റ്ററിന് നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൈം വെജീസ് കൊടുക്കാൻ പോകും. വെജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പുഴുങ്ങിയ ഒരു മുട്ട കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസും ആണ് വേവിച്ച് കൂടി ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ടൈം കൊടുക്കുവാണ്. അവൻ കഴിക്കുമോ എന്ന് നമുക്കറിയില്ല. മുട്ട അവൻ എന്തായാലും കഴിക്കും. ക്യാരറ്റും ബീൻസും കഴിക്കുമോ എന്നുള്ള അറിയില്ല. മുട്ട നമ്മൾ അവന് ഡെയിലി കൊടുക്കാറുണ്ട്. നമ്മൾ മറ്റേ സ്ക്രാമ്പിൾ ആക്കിയിട്ട് ഉപ്പ് ഒന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ചോറുമായിട്ട് മിക്സ് ചെയ്ത് അവന് കൊടുക്കാറ്. അപ്പോൾ മുട്ട ഞങ്ങൾ എന്നും അവന് ഡെയിലി കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കഴിക്കാൻ അവന് മുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു രൂപത്തിൽ കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ മുട്ട കഴിക്കും, അത് ഉറപ്പാണ്. പക്ഷെ വെജീസ് കഴിക്കുമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഫുഡ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഇതൊക്കെ കുറച്ച് മാനേഴ്സ് ഒക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം കഴിക്കുമെന്നുള്ളത്. അമ്മ ഇട്ടുകൊട് സ്റ്റേ ദേ ഇട്ടോട് സ്റ്റേ നോ 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 ഡെക്സ്റ്റർ ഇരി വിളിക്കും. ഓക്കെ ഓക്കെ മിനിറ്റല്ലേ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ വിളിക്കും ചേച്ചിയെ. ഓക്കെ ഈറ്റ്. അതാ ഫസ്റ്റ് ടൈമാണ്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് അവന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആയിരിക്കും. വെജീസ് കഴിക്കുന്നുണ്ട്. അയ്യോ തുപ്പിക്കളയുന്നു. മുട്ട പെറുക്കി കഴിക്കാതെ ക്യാരറ്റ് കഴിക്കുവാവേ, ഹെൽത്തിയാത്. മുട്ട കഴിക്കുന്നുണ്ട്. അമ്മന്നില്ല മുട്ട അവൻ കഴിക്കും. പക്ഷെ വെജീസിന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊടുക്കും, നമ്മൾ ഇനിയും കൊടുക്കും അവൻ്റെ വെജിറ്റബിൾ. കാരണം നമുക്ക് വെജീസ് അകത്തോട്ട് ഇല്ലെന്ന പോലെ തന്നെ അവർക്കും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് നൽകും കഴിച്ചാൽ. വെജിയും കൂടെ കഴിയും മക്കളെ. ക്യാരറ്റ് കഴിക്ക്. ഒന്നുങ്ങണ്ട് കഴിച്ചാൽ തുപ്പിയും കളഞ്ഞ്. പക്ഷെ നമ്മൾ കൊടുക്കും. നമ്മളിതുകൊണ്ട് തോറ്റൊന്നും മറക്കില്ല. മുട്ട മാത്രം പെറുക്കി കഴിക്കുന്നു. പക്ഷെ ഇത് നമ്മൾ കുറുക്ക് വരുവത്തിൽ ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ ഇനിയിപ്പോൾ കുറുക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മാസമായി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. പിന്നെ അവൻ്റെ ഡൈപ്പറിൻ്റെ കാര്യം ചോദിച്ചവർ. ഡൈപ്പറെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്നത് നമ്മൾ വീട്ടിനകത്ത് ഇപ്പോൾ ഇതുപോലെ കിച്ചണിലും ഒക്കെ കൊണ്ടുവന്ന ടൈമിൽ നമ്മൾ ഡൈപ്പർ ഇട്ട് കൊടുക്കും. കാരണം കുഞ്ഞല്ലേ, 2 month old മാത്രമുള്ളൊരു ബേബിയാണ് അവൻ. അപ്പം അവനിപ്പോൾ ഈ ടോയ്ലറ്റ് മാനേഴ്സോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ അവനെ പഠിപ്പിച്ചെടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവന് നമ്മൾ പോട്ടി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അവനിപ്പോൾ വെക്കുമ്പോൾ മണ്ണൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. എന്നാലും മാക്സിമം നമ്മൾ പോട്ടിയിൽ അവനെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 2 മാസമായ കുഞ്ഞായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഠിച്ചെടുക്കാൻ. നമുക്കും അറിയാം ഡൈപ്പർ അൺകംഫർട്ടബിൾ ആണ്. ക്യാരറ്റ് കഴിക്കുന്നുണ്ട്. ഓ യെസ്, ഗുഡ് ബോയ് ബേബി, ഗുഡ് ജോബ്. അപ്പോൾ നമ്മൾ മാക്സിമം അവനെ നമ്മൾ മണ്ണിൽ മുള്ളിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മളായിട്ട് മാറ്റും. അതുവരെ നമ്മുടെ അവനെവിടെയൊക്കെ ചെന്ന് മുള്ളുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്യാരറ്റ് കഴിച്ചു. ബീൻസ് അത്ര അങ്ങോട്ട് മുട്ടയുടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും.
വെജീസ് മാത്രം നമ്മൾ കൊടുക്കില്ല കേട്ടോ. വെജിയുടെ കൂടെ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ എന്തെങ്കിലും മുട്ടയോ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് അവർ കഴിച്ചോളും. അങ്ങനെ നമ്മുടെ ഡെക്സ്റ്റർ ക്യാരറ്റും കഴിച്ചു. ബീൻസ് അത്ര കഴിക്കുന്നില്ലല്ലോ. ബീൻസ് കഴിക്കും തന്നെ അവനെല്ലാം കഴിച്ച് കഴിച്ച്. നമ്മളിപ്പോഴും അവന് പാല് കൊടുക്കും കേട്ടോ. പാലെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മാത്രം, കുറച്ച് നമ്മൾ പാല് ഗ്ലാസിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ട് ബാക്കി ഫുള്ളും നമ്മൾ വെള്ളം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കും. ഡെക്സ്റ്ററിന് നമ്മളിനി വെജീസ് കൊടുക്കാൻ ശ്രമിക്കും. ഫ്രൂട്ട്സും കൊടുക്കാൻ നല്ലതാണ്. ബനാനയൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അവർ കുറച്ചുകൂടെ കഴിക്കാൻ നല്ലതായിരിക്കും അവർക്ക്. പിന്നെ മത്തങ്ങ ഇതൊക്കെ വേവിച്ച് കൊടുക്കാം. അപ്പം ഞങ്ങൾ മാക്സിമം അവനെല്ലാം കൊടുക്കാൻ ശ്രമിക്കും. കഴിച്ചോ ബീൻസ് കഴിച്ചു, ക്യാരറ്റ് കഴിച്ചു, എല്ലാം കഴിച്ചു. ക്ലീൻ ആക്കി എൻ്റെ ബേബി, എൻ്റെ മോന്. ഇതൊരു ആ ബീൻസ് കഴി മതിയോ? ഗുഡ് ബോയാ, ഗുഡ് ബോയ്. ചേച്ചിൻ്റെ ഗുഡ് ബോയാ. കഴിക്കുന്നുണ്ട്. കുറച്ച് തുപ്പി സാരമില്ല. എങ്കിലും അവൻ ക്യാരറ്റ് ഫുള്ള് കഴിച്ചു. ബീൻസ് കുഴപ്പമില്ല, കഴിച്ചു. നമുക്കിനി ക്യാരറ്റ് കൊടുക്കാം. ക്യാരറ്റ് കഴിക്കും. അപ്പോൾ അവൻ ക്യാരറ്റ് വെക്കും കൊടുക്കാം. ടാറ്റ. എൻ്റെ ഒരു കോഴിയുടെ കാല് തളർന്ന പോലെ, പക്ഷെ അമ്മ കാല് കണ്ടതാണ് ഇന്നലെ മൂലം അന്നൊക്കെ തളർന്ന പോലെ ആയിപ്പോയി. തരത്തി നിൽക്കുന്നില്ല. നേരത്തെ ഒരു കോഴിക്ക് എൻ്റെ ഇതുപോലെ വന്നതായിരുന്നു. അപ്പം ഞാൻ ഈ തൈലും പറ്റി മാറ്റി. അപ്പോൾ താണ്ട് അവിടെ കട ഞാൻ എടുത്ത് കൂട്ടിയിരുന്നേ. പ്രത്യേകം നട മാറ്റിയിരിക്കുകയാണ്, തളർന്നിരിക്കുവാണേ. അപ്പം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ തൈലം വരുത്തുക 2 കാലയിൽ. അപ്പം നമുക്ക് 2 ദിവസത്തിനകം മാറുമെന്ന് പ്രതീക്ഷിക്കാം. മാറുവാണെങ്കിൽ ആ മാറുന്ന വീഡിയോയോടുകൂടി നടക്കുന്നൂടെ കാണിക്കും. കോഴിക്ക് വയ്യാതായത് പറഞ്ഞായിരുന്നല്ലോ, കാലിന് വയ്യാതായി തളർന്നു പോയിരുന്നാണ്. ഇപ്പം അവളാണ് നടക്കുന്നത്. പൂർണ്ണമായിട്ടും ആരോഗ്യം ആയിട്ടില്ല. എങ്കിലും ഒരു അടി പോലും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ തൈലമാണ് പുരട്ടിയത്. അതാണ് ഈ തൈല്. പുരായി തൈലമാണ് പറ്റിയത്. നമ്മൾ മനുഷ്യന് ഉപയോഗിക്കുന്നതല്ല. അതാണ് ഇപ്പം അവിടെ തളർന്ന് കിടന്ന് അവൾ കിടന്ന് നടക്കാൻ തുടങ്ങി. ഇനി ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടെ ആകുമ്പോൾ അവിടെ ഞാൻ കൂട്ടോട്ടു. അപ്പം നമ്മൾ ഇതുപോലെ കാലം കാണാൻ വയ്യാതായി കഴിഞ്ഞാൽ ഈ തൈലം പറ്റിയത് രക്ഷിച്ചാൽ മതി കേട്ടോ. ഉപേക്ഷിക്കരുത്. അവൾ മുട്ടയിടുന്നു കൊത്തിക്കട്ടെ അതുനെ. അമ്മയുടെ വീഡിയോയിലോട്ട് നിന്നുകൊണ്ട് എന്റെ കുഞ്ഞിനെ വയ്യാതായി പോയത്. ഇപ്പം മിടുക്കിയായിട്ട് ആഹാരം കഴിച്ച് ഞങ്ങളുടെ പെരയ്ക്കുള്ളിൽ തന്നെ അങ്ങ് കഴിയും. ഡൈപ്പറൊക്കെ ഇടും കേട്ടോ. കവറോട്ട് എന്റെ കണ്ണോ മാറിയ കാലല്ലേ. നമ്മള് ഡൈപ്പറുകാരാന്ന് വിചാരിക്കും. ഡൈപ്പർ എന്ന് വെച്ചാൽ നമ്മള് കവറാണ്. കിറ്റ് കെട്ടി, നമുക്ക് കിറ്റ് കെട്ടി ഇട്ടാൽ മതി അകത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ. ഇല്ലടാ കൊത്തൂല. കുഞ്ഞു കൂട്ടുകാരിയാണ്, കൂട്ടുകാരനല്ലേ. അതിനെ തൊടൂന്നോ അമ്മ? അവനൊന്ന് തൊടിച്ചേ. തലേ തൊടണ്ട കേട്ടോ. കൊള്ളാവോ? സോഫ്റ്റ് ആണോ? അതാ കുഞ്ഞിന് രാവിലെ ബുൾസായി, ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കും മുട്ട. പിടിച്ച് വലിക്കില്ലേ? ഒന്നി പിടിച്ച് രണ്ടിനാവും പിടിച്ച് വലിക്കും. കാലോ അങ്ങനെ ആയിപ്പോയോ ആവേ? ബാക്കി കോഴിയൊക്കെ ചവിട്ടി. നീ കൊത്തണോ നിന്നെ? എക്സസൈസ് ചെയ്യൂ കോഴിയെ. അപ്പൊ കോഴിയുടെ കാല് തളർന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നൂത്തെടുക്കാം. അപ്പോൾ ബൈ. ഇപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.